ഞാൻ ചെയ്തെടുത്തൊരു ബുഡ ഡിസൈനാണിത്. ഇത് നമ്മളെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ മുകളിൽ കഴുത്തിൻ്റെ നെക്കിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ഇതൊരു ഡിസൈൻ ഞാൻ ഇവിടെ ആദ്യം ചെയ്ത് വെച്ച് കാണിച്ചിരുന്നു. ഇവിടെ വേറൊരു ഡിസൈൻ ചെയ്യാൻ ഇവിടെ ഞാൻ നടുക്കിലൊരു സ്റ്റോൺ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യുന്നതാണ് ഇതേമാതിരിയുള്ള ചെറിയ പേൾ ബീഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ ഗോൾഡൻ കളർ സ്വീക്കൻസും. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ ഇതിവിടെ കണ്ടത് ചെറിയൊരു ഇത് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുക. ഇവിടെ നടുക്കിലത്തെ ആദ്യം ചെയ്തെടുക്കുക. നടുക്കിലത്തേൻ്റെ മുകളിൽ ചെയ്തിട്ട് ഇതേമാതിരിയുള്ള ഇത് കോർത്തെടുക്കുക. 4 ഷുഗർ ബീഡ്സ് പേളിൻ്റെ കളറിൽ കോർത്തെടുക്കുക. നാല് കൊല്ലം കോർത്തെടുത്തു. 4 ഷുഗർ ബീഡ്സ് ഞാൻ കോർത്തെടുത്തിട്ട് ഇവിടെ അങ്ങനെ വെച്ച്, എന്നിട്ട് ഒരു സീക്വൻസ് എടുക്കുക. ഗോൾഡൻ കളർ സീക്വൻസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ അങ്ങനെ അത് കണക്കായിട്ട് കാണുന്നുണ്ടാവുമായിരിക്കും വിചാരിക്കും. ഇത് വെച്ച് കൊത്തി കൊടുക്കുക. അടുത്തത് ഈ സൈഡിൽ ആയിട്ട് ഈ 2 സൈഡിൽ ഓരോന്ന് വീതം കൊടുക്കുക. അപ്പോൾ 4 എണ്ണം എടുത്തതിനെ കൊണ്ട് ഇനി അടുത്ത സൈഡത്തെ ചെറുത് മതിയല്ലോ, അതിനെ കൊണ്ട് 3 എണ്ണം എടുത്താൽ മതി. ഇങ്ങനെ വന്നിട്ട് പിന്നെ 3 ബീഡ്സ് കോർത്തെടുക്കുക. ബീഡ്സ് കോർത്തെടുത്തിട്ട് ഒരു സീക്വൻസ് എടുക്കുക. സീക്വൻസ് എടുത്തിട്ട് ഇവിടെ അങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറുതായിട്ട് ചെയ്താൽ മതി. ഇത് മറ്റേതിൻ്റെ അത്ര വലിപ്പം വേണ്ട. ഇങ്ങോട്ട് വെച്ചിട്ട് ഇതേമാതിരി അടുത്ത സൈഡ് മറ്റേ സൈഡിൽ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതേമാതിരി തന്നെ 3 ഷുഗർ ബീഡ്സ് കൊടുത്തെടുത്താൽ മതി. 4 എണ്ണം വേണം. 4 നടുക്കത്തേനെ മാത്രം കൊടുത്തെടുത്താൽ മതി. കൊടുത്തിട്ട് ഒരു സീക്വൻസ് എടുക്കുക. ഒരു സീക്വൻസ് എടുത്തിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വെച്ചെടുക്കുക. അതേമാതിരി വന്ന് ഇങ്ങനെ ഡിസൈൻ. ഇനി അടുത്തത് ഈ സൈഡ് ഈ ഭാഗത്ത് വറുത്ത് കൊടുക്കുക. ഇതേമാതിരി ഇതേമാതിരി ഇവിടെ കുറത്ത് കൊടുക്കുക. ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ 3 എണ്ണം വന്നു. ഇവിടെ ഇതേമാതിരി ആദ്യത്തേൽ 4 എണ്ണം കോർത്ത് കൊടുക്കണം. 1 2 2 എണ്ണം കോർത്ത് 4 എണ്ണം കോർത്തിട്ട് തിരിക്കുക. അങ്ങനെ തിരിച്ചിട്ട് ഇവിടെ ഒരു സീക്വൻസ് വെച്ചെടുക്കുക.
സീക്വൻസിലേക്ക് മുത്ത് കൊടുത്ത് കൊടുക്കുക. ഇനി അടുത്ത ഈ രണ്ട് സൈഡിലും കൊടുത്ത് കൊടുക്കുക. സൈഡിലത്തെ ആകുന്ന സമയത്ത് 3 മുത്ത് കോർത്ത് കൊടുത്താൽ മതി. 2 എണ്ണം വേണ്ട, അല്ല 4 എണ്ണം ആവശ്യമില്ല, 3 എണ്ണം കോർത്താൽ മതി. 3 എണ്ണം കോർത്തിട്ട് ഒരു സീക്വൻസ് കൊടുക്കുക. ഇതേമാതിരി വരുന്നത് കുറച്ചും കൂടി നീങ്ങി പോകാതെ വന്നു. ഇനി അടുത്ത ചെയ്യുന്നത് ഇവിടെ ഈ സൈഡിൽ, 2 സൈഡിലും ചെയ്ത് നടുക്കിലൊന്ന് ചെയ്ത് കൊടുക്കുക, 2 സൈഡിലും ഓരോന്ന് വീതം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി വന്നു ഞാൻ മുത്തെടുക്കണം. ഇതേമാതിരി 3 മുത്തുകൾ കോർത്ത് കൊടുക്കണം. മുത്ത് കോർത്തിട്ട് സീക്വൻസ് എടുക്കുക. ഒരു സീക്വൻസ് എടുത്തിട്ട് ഈ സൈഡിൽ വെച്ച് കൊടുക്കുക. ക്ലോസ് ആയിട്ട് വേണം പുറത്ത് കൊടുക്കാൻ. ഈ ഡിസൈൻ വരും ഇതേമാതിരിയുള്ളൊരു ബുട്ട ഡിസൈൻ വരും. ഇത് നമ്മളെ ബ്ലൗസിൻ്റെ കൈയിൻ്റെ മുകളിൽ ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ.